വി എസ് അച്യുതാനന്ദൻ നമ്മളോടൊപ്പമില്ല എന്ന അങ്ങേയറ്റം വേദനയുളവാക്കുന്ന ഒരു വാർത്ത, ഒരു വിവരമാണ് ഈ വൈകുന്നേരം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവയ്ക്കേണ്ടി വരുന്നത്. വി എസ് അച്യുതാനന്ദൻ, നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വളരെ മോശമായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം കിടക്കയിൽ തന്നെയായിരുന്നു, ശയ്യാവലംബിയായിരുന്നു. ആശുപത്രിയിൽ അദ്ദേഹം പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിൻ്റെ ജീവിതം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശാരീരികാവസ്ഥ കയറിയും ഇറങ്ങിയും ഒക്കെയായി മാറി മറിയുന്നത് നമ്മൾ ഇതിനിടയിലൊക്കെ കണ്ടു. പക്ഷേ അപ്പോഴും വി എസ് ഒരു പോരാളിയാണ്, ജീവിതത്തിലേക്ക് അദ്ദേഹം തിരികെ വരും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അങ്ങേയറ്റം വഷളായി. ജീവിതത്തിലേക്ക് അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയും ചെയ്തു. വി എസ് ഇല്ലാത്ത ആ കാലത്തേക്ക് നമ്മളിനി ജീവിച്ചു തുടങ്ങണം എന്നത് ഈ ഘട്ടത്തിൽ നമ്മളൊരു യാഥാർത്ഥ്യമായി അംഗീകരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. വി എസ് ഒരു 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 പോരാളിയായി നമ്മളുടെ കൂടെ ജീവിച്ചിരുന്നു എന്നതാണ് പലപ്പോഴും പലരും പറയാറുണ്ട്. വി എസിനെ കണ്ടു കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്തും അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്തും മുന്നണി കൺവീനർ ആയിരുന്ന സമയത്തുമൊക്കെ വി എസിനെ കണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നതായിരുന്നു. പ്രശ്നപരിഹാരം എന്നതിൻ്റെ ഒരു എഴുത്തായി ചുരുക്കപ്പേരായി വി എസിനോട് പറഞ്ഞിട്ടുണ്ട് എന്നതായിരുന്നു പലരും പറഞ്ഞത്. പല വിഷയങ്ങളും അങ്ങനെയാണ്. വി എസിനെ കണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നതായിരുന്നു പ്രശ്നപരിഹാരത്തിനുള്ള ഒരു ചുരുക്കപ്പേരായി, ഒരു വഴിയായി പലരും കണ്ടിരുന്നു. അങ്ങനെ വി എസിനോട് പറഞ്ഞാൽ അത്തരം പ്രശ്നങ്ങളിൽ ഒരു പരിഹാരം ഉണ്ടാകും എന്ന് കരുതി വി എസിനെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അത് വളരെ വിശദമായി തന്നെ പരിശോധിച്ച് അദ്ദേഹം അതിലൊരു ഇടപെടൽ നടത്തുകയും ചെയ്യുന്നത് എത്രയോ തവണ നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പം നേരത്തെ ഉന്മേഷ് പറഞ്ഞതുപോലെ നമ്മൾ ഈ ദൃശ്യമാധ്യമ കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ അദ്ദേഹം തന്നെ വി എസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പണ്ട് കാലത്ത് കർഷക തൊഴിലാളികളോടൊക്കെ സംസാരിക്കാൻ അങ്ങനെ മൈക്കിൻ്റെ ഒന്നും സഹായം ഇല്ലെങ്കിൽ പോലും വളരെ നീട്ടി അവർക്ക് കേൾക്കാവുന്ന പോലെ അവർക്ക് ഹൃദ്യമാകുന്ന തരത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ രൂപപ്പെടുത്തിയ ഒരു ശൈലിയായിരുന്നു അത്. പക്ഷേ അദ്ദേഹം പതിവ് വാർത്താ സമ്മേളനങ്ങൾ ആ ശൈലിയൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങളിൽ നിന്ന് ഇറങ്ങി വീണ്ടും അദ്ദേഹം തെരുവുകളിൽ, മൈതാനങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകളെ അഭിവാദ്യം ചെയ്യുമ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ ആൾക്കൂട്ട പ്രസംഗത്തിൻ്റെ ആ ശൈലിയിലേക്ക് അദ്ദേഹം മടങ്ങിപ്പോവുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പാർട്ടിയിൽ വിഭാഗീയ പ്രശ്നങ്ങളും ഒക്കെ നിൽക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ പതിവ് ബുധനാഴ്ചകളിലെ ബ്രീഫിങ്ങിന് ശേഷം അദ്ദേഹം എഴുന്നേറ്റ് മുന്നോട്ട് നടന്ന് അദ്ദേഹം സംസാരിക്കും. അതാണ് ആ ദിവസത്തെ തലവാചകങ്ങളായി പലപ്പോഴും മാറുക. മാധ്യമങ്ങൾ ചുരുക്കത്തിൽ ആ ക്യാബിനറ്റ് ബ്രീഫിംഗ് റൂമിലെ ആ സ്ഥലത്തിന് വിവാദമൂല എന്നുപോലും മാധ്യമപ്രവർത്തകരുടെ പതിവ് സംഭാഷണങ്ങളിൽ പേര് പോലും വന്നിട്ടുണ്ട്. അങ്ങനെ ആ ദിവസങ്ങളിലെ തലവാചകങ്ങൾ തലക്കെട്ടുകൾ തീരുമാനിക്കുന്നത് വി എസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളിലൂടെ എത്രയോ തവണ തലക്കെട്ടുകൾ തീർത്തിട്ടുണ്ട്. അദ്ദേഹം എത്രയോ തവണ വലിയ വാർത്തകൾ സൃഷ്ടിച്ചിട്ടുണ്ട് വി എസ് അച്യുതാനന്ദൻ. അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത സമയത്ത് ഡൽഹിയിൽ നിന്ന് അദ്ദേഹം അടുത്ത സമരത്തിന് തുടക്കം കുറിച്ചിട്ടാണ് ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് അദ്ദേഹം തിരികെ പോന്നിട്ടുള്ളത്. ഇടമലയാർ കേസിലെ സുപ്രധാന നിയമ പോരാട്ടത്തിന് അദ്ദേഹം ആ ദിവസമായിരുന്നു. അതിന് പിറ്റേന്നാണ് ഒരു മുതിർന്ന അഭിഭാഷകനെ സുപ്രീം കോടതിയിൽ അദ്ദേഹം കണ്ട് അതിൻ്റെ ചുമതലകൾ ഏൽപ്പിച്ചത്.